നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തും തോറും കോൺഗ്രസിനകത്തെ കലഹങ്ങളും അധികാര പോരാട്ടവും പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനേക്കാൾ സ്ഥാനവും അധികാരവും നേടാനുള്ള മത്സരമാണ് കോൺഗ്രസിൽ ഇപ്പോൾ നടക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയം തുടങ്ങുന്നതിന് മുൻപേ പാർട്ടിക്കുള്ളിൽ നേതാക്കൾ തമ്മിൽ വാക്പോര് തുടങ്ങിക്കഴിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയവും കോൺഗ്രസിന് കീറാമുട്ടിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസിൽ പുതിയ വിവാദങ്ങൾക്ക് വഴി തുറക്കുകയാണെന്ന് പറഞ്ഞാലും തെറ്റില്ല. കെ.സി. വേണുഗോപാൽ നിയമസഭയിലേക്ക് മത്സരിക്കുകയാണെങ്കിൽ തങ്ങൾക്കും അവസരം വേണമെന്ന ആവശ്യവുമായി 5 എംപിമാർ കൂടി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതോടെ സംസ്ഥാന നേതൃത്വം അക്ഷരാർത്ഥത്തിൽ പെട്ടു എന്ന് തന്നെ പറയാം. കെ.സി. വേണുഗോപാലിന് പുറമെ കെ. സുധാകരൻ, അടൂർ പ്രകാശ് എന്നിവർ നേരത്തെ തന്നെ കച്ചകെട്ടിയിരുന്നവരാണ്. ഇത് പോരാണ്ടാണ് എം.കെ. രാഘവൻ, കൊടിക്കുന്നിൽ സുരേഷ്, ഷാഫി പറമ്പിൽ എന്നിവരും മത്സര സന്നദ്ധത അറിയിച്ച് രംഗത്തെത്തിയത്. പാർലമെന്റ് അംഗങ്ങൾ നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് ശരിയായ കീഴ്വഴക്കമല്ലെന്ന നിലപാടിലാണ് സംസ്ഥാന നേതൃത്വത്തിലെ ഭൂരിഭാഗം നേതാക്കളും. എംപിമാരെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കേണ്ടതില്ലെന്ന കർശന നിലപാട് നേതൃത്വം ഹൈക്കമാൻഡിനെ അറിയിക്കും. സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി ഇന്ന് വൈകുന്നേരം ഡൽഹിയിൽ ചേരും. ഏകദേശം 60 സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക ഇന്ന് അന്തിമമാക്കും. അതേസമയം പെരുമ്പാവൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വത്തിൽ ഒരു ട്വിസ്റ്റിന് സാധ്യതയുണ്ട്. എൽദോസ് കുന്നപ്പള്ളിക്ക് പുറമെ പെരുമ്പാവൂരിൽ 2 പേരുകൾ കൂടി പരിഗണനയിലുണ്ടെന്നാണ് വിവരം. ഇതിനായി പാലക്കാട്, തൃപ്പൂണിത്തുറ ഒഴികെയുള്ള മണ്ഡലങ്ങളിലെ എല്ലാ സിറ്റിംഗ് എംഎൽഎമാരെയും മത്സരിപ്പിക്കാമെന്ന കെ.പി.സി.സി നിർദ്ദേശത്തിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി മാറ്റം വരുത്താനിടയുണ്ട്. 2 വർഷം മുൻപ് എൽദോസ് കുന്നപ്പള്ളി ശാരീരികമായി ഉപദ്രവിച്ചെന്ന് ചൂണ്ടിക്കാട്ടി യുവതി നൽകിയ പരാതി സീറ്റ് നിർണയം പുരോഗമിക്കുന്നതിനിടെ പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ കുത്തിപ്പൊക്കിയതാണ് ഇതിന് കാരണം. എൽദോസിനെ മത്സരിപ്പിക്കരുതെന്നും വിജയിക്കാൻ സാധ്യതയില്ലെന്നുമുള്ള പരാതിയാണ് ഈ നേതാക്കൾ കോൺഗ്രസ് നേതൃത്വത്തിന് കൈമാറിയത്. കെ.പി.സി.സി ഈ പരാതികൾ ഗൗരവത്തോടെ എടുത്തില്ലെങ്കിലും കോൺഗ്രസ് ദേശീയ നേതാക്കളിൽ ചിലർ പെരുമ്പാവൂരിൽ പുതിയ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കണമെന്ന നിലപാട് സ്വീകരിച്ചെന്നാണ് സൂചന. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തനാണ് എൽദോസ് കുന്നപ്പള്ളി. അതുകൊണ്ട് തന്നെ എൽദോസിനെ മാറ്റുന്ന കാര്യത്തിൽ രമേശ് ചെന്നിത്തലയുടെ അഭിപ്രായവും നിർണായകമാകുമെന്ന സൂചനയാണ് കോൺഗ്രസ് നേതാക്കൾ നൽകുന്നത്. അതേസമയം രമേശ് ചെന്നിത്തലയുടെ മറ്റൊരു വിശ്വസ്തനായ I.C. ബാലകൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വവും പരുങ്ങലിലാണെന്ന സൂചനയുമുണ്ട്. I.C. ബാലകൃഷ്ണനെ വീണ്ടും സുൽത്താൻ ബത്തേരി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കണമോ എന്ന ചർച്ചയും കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി ചർച്ച ചെയ്യുകയാണ്. വയനാട് DCC ട്രഷററായിരുന്ന N.M. വിജയനും മകൻ ജിജേഷും ജീവനൊടുക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട ആത്മഹത്യാ പ്രേരണ കേസിൽ 1-ാം പ്രതിയാണ് I.C. ബാലകൃഷ്ണൻ. ഇത് കണക്കിലെടുത്താണ് ബാലകൃഷ്ണനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കണമോ എന്ന കാര്യത്തിൽ ചർച്ച നടക്കുന്നത്. കണ്ണൂരിൽ നിയമസഭയിലേക്ക് മത്സരിക്കുമെന്ന് കെ. സുധാകരൻ നടത്തിയ പ്രഖ്യാപനവും കോൺഗ്രസിനകത്ത് പുതിയ വിവാദത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട്. ഇതോടെ കോൺഗ്രസിനകത്ത് നിലനിൽക്കുന്ന ഗ്രൂപ്പ് പോരും അധികാരമോഹവും വീണ്ടും പുറത്തു വന്നിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സ്ഥാനവും സീറ്റും നേടാനുള്ള നേതാക്കളുടെ പോരാട്ടം ശക്തമാകുമ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനു പകരം പാർട്ടിക്കുള്ളിലെ തർക്കങ്ങളാണ് കോൺഗ്രസിനെ വീണ്ടും പ്രതിസന്ധിയിലാക്കുന്നത്. നാട് നന്നാക്കാൻ ഇറങ്ങുന്നതിന് മുൻപ് വീട് നന്നാക്കണമെന്ന് പറയുന്നത് പോലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബാധ്യസ്ഥരായവർ ആദ്യം സ്വന്തം പാർട്ടിയിൽ ഐക്യം കൊണ്ടുവരാൻ നോക്ക്.